2 ദിവസമായി ഇവിടെ നടന്ന അദാലത്തിൽ 124 കേസുകളാണ് പരിഗണിച്ചത്. ആ പരിഗണിച്ച കേസുകളിൽ 97 കേസുകൾക്ക് പരിഹാരമുണ്ടായിട്ടുണ്ട്. പരിഹാരം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പരിഹാരം. ഇനി അത് രണ്ടാമത് അവർക്കൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് 97 കേസുകൾ. ഇനി ഇവിടെ ബാക്കിയുള്ള 27 കേസുകളാണ് പരിഹരിക്കാനുള്ളത്. അത് ഞങ്ങൾ ഇതിൻ്റെ തുടർ നടപടി കമ്മീഷൻ ഓഫീസിൽ നിന്നും ചെയ്യുന്നതാണ്. ഇന്നലെയുമായി 17 കേസുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ 17 കേസുകൾ ഞങ്ങൾ ഇവിടെ നിന്ന് കൈകാര്യം ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രോസസ്സിങ് കമ്മീഷൻ ഓഫീസിൽ ചെയ്യും. അത് അവിടെ വെച്ച് അതിനെ ഫോളോ അപ്പ് ചെയ്യും. 2 ദിവസങ്ങളിലും പൊതുവെ പറഞ്ഞാൽ വളരെ നല്ല സഹകരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച്, അതായത് കമ്മീഷൻ ചാർജ് എടുത്തതിന് ശേഷം 9/1/2014 ചാർജ് എടുത്തതിന് ശേഷം 4ാമത്തെ അദാലത്താണ് ഇവിടെ വെച്ച് നടന്നത്. 2 അദാലത്ത് തിരുവനന്തപുരത്തും 1 അദാലത്ത് കൊല്ലത്തും ഉണ്ടായിരുന്നു. അങ്ങനെ 3 എണ്ണം കഴിഞ്ഞത് ഇന്ന് 4ാമത്തെ അദാലത്താണ്. ഈ 4ാമത്തെ അദാലത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ എനിക്ക് തോന്നിയത് വളരെയധികം സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു സഹകരണമാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിൽ നമ്മുടെ ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, പട്ടികജാതി വികസന ഓഫീസർമാർ, ഇവിടെ ഇപ്പോൾ പട്ടികജാതി വികസന ഓഫീസർമാരുടെ എല്ലാ ഓഫീസർമാരും ഇവിടെ ഹാജരാണ്. 2 ദിവസമായി തുടർച്ചയായി ഹാജരാണ്. അവർ മുഖാന്തരം ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ പഞ്ചായത്ത് സെക്രട്ടറിമാർ, തഹസിൽദാർമാർ, പോലീസുകാർ, പിന്നെ പൊതുവെ എല്ലാത്തിലും വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഇവിടെ നടന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഞങ്ങൾക്ക് വളരെ നല്ലൊരു സഹകരണം ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെയുള്ള പരാതി അന്വേഷണത്തിൽ മറ്റു പല സ്ഥലങ്ങളിലും കാണാത്ത രീതിയിൽ എതിർകക്ഷികളായി പറയുന്നത്, ഇപ്പോൾ ഒരു കേസിലാവുമ്പോൾ പരാതിക്കാരും പ്രതികളും ഈ എതിർകക്ഷികളായി പറയുന്നവരും ഇവിടെ വളരെ നല്ല സഹകരണം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, മറ്റു ചില സ്ഥലങ്ങളിൽ എതിർകക്ഷികൾ ഹാജരായത് തന്നെ വളരെ കുറവായിരുന്നു. ഇവിടെ ഒരു 75-80% മുകളിൽ എതിർകക്ഷികൾ ഹാജരായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലതും പരസ്പരം സംസാരിച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു വേദിയും കൂടിയായി ഞങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിച്ചു. ഈ എതിർകക്ഷികൾ ഹാജരായില്ലെങ്കിൽ അവർക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ പലരും വിട്ടുവീഴ്ചക്കൊന്നും തയ്യാറാവില്ല. ഇവിടെ അവരെല്ലാം വന്നതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി ഇവരോട് സഹകരിച്ച്, ഈ വിഭാഗത്തിനോട് സഹകരിച്ച് പോകാനായി കുറച്ച് കൂടുതൽ ആൾക്കാരെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ച് പ്രതിപാദിക്കാൻ ഇപ്പോഴില്ല.